കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നേക്കാളും വലിയ തോൽവി നേരിട്ട ഒരൊറ്റ വ്യക്തിയെ തെരഞ്ഞെടുക്കണമെങ്കിൽ അത് ആരായിരിക്കും? വെള്ളാപ്പള്ളി നടേശനല്ലാതെ മറ്റാര്? കേവലം ഒരു മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പതനമല്ല, മറിച്ച് സമുദായത്തിന്റെ പേരിൽ വിലപേശൽ നടത്തി രാഷ്ട്രീയ ചാണക്യം ചമയാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ അസ്തമയമാണ് അന്ന് സംഭവിച്ചത്. VD സതീശനെതിരെ ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്തുപയോഗിച്ച വെള്ളാപ്പള്ളിക്ക് ഒടുവിൽ സ്വന്തം വാക്കുകൾ തന്നെ വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു. പൊന്നുറുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്തു കാര്യം എന്ന് പരിഹസിച്ച അതേ വെള്ളാപ്പള്ളിയോട് കേരളത്തിന് ഇന്ന് തിരിച്ചു ചോദിക്കാനുള്ളത് ഇതാണ്: അല്ലയോ നേതാവേ, രാഷ്ട്രീയ ഗോതയിൽ ഇനി ഈ പൂച്ചയ്ക്കെന്ത് കാര്യം? തിരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും തകർക്കാനും വെള്ളാപ്പള്ളി കാട്ടിയ ആവേശം മല പോലെ വന്ന് എലി പോലെ പോയിരിക്കുന്നു. ഫലം വന്നപ്പോൾ നിലവിളിച്ച വെള്ളാപ്പള്ളി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ടപ്പോൾ സതീശനെ പുകഴ്ത്താൻ മത്സരിക്കുകയാണ്. 100 സീറ്റിനടുത്ത് UDF-ന് കിട്ടിയിട്ടില്ലെങ്കിൽ VD സതീശൻ വനവാസത്തിന് പോകുമോ എന്ന് വെള്ളാപ്പള്ളിയുടെ ഒരു വെല്ലുവിളി ഉയർന്നിരുന്നു. ആ വെല്ലുവിളി സതീശൻ ഏറ്റെടുത്തിരുന്നു. അന്ന് സതീശൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു: അങ്ങനെയാണെങ്കിൽ SNDP-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അങ്ങ് രാജിവെക്കുമോ? ഇന്ന് അത് സംഭവിച്ചിട്ടുണ്ട്. 102 സീറ്റോട് കൂടി UDF അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്, അന്ന് താങ്കൾ ആ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണോ എന്നുള്ളത്. പക്ഷേ അതിനു മുമ്പിൽ ഉത്തരം കിട്ടാതെ പതറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. VD അധികാരത്തിൽ വന്നാൽ തന്റെ മുൻപുള്ള മൈക്രോ ഫിനാൻസ് കേസുകൾ പൊടി തട്ടിയെടുക്കുമോ എന്ന ഭയം വെള്ളാപ്പള്ളിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ മാത്രമല്ല, കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കളുടെയും VDയെ വിമർശിച്ച പല ആളുകളും ഇന്ന് ആ ഭയത്തിന്റെ നിഴലിലാണ്. ഞങ്ങൾ ഒന്നും മറക്കുന്നവരല്ല എന്ന VD സതീശന്റെ മുന്നറിയിപ്പ് വെള്ളാപ്പള്ളി അടക്കം പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്നത് വാസ്തവമാണ്. ഇനി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നൽകിയ പരസ്യ പിന്തുണയുമാണ് ന്യൂനപക്ഷങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റിയത്. LDF-ന്റെ കനത്ത പരാജയത്തിന് ആക്കം കൂട്ടിയത് വെള്ളാപ്പള്ളിയുടെ ഈ വിഷ സാന്നിധ്യമാണ് എന്നത് ശരിവെക്കുന്ന രീതിയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളുടെ കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തിയ വെള്ളാപ്പള്ളിയെ ചേർത്തുപിടിച്ച പിണറായിക്ക് സ്വന്തം പാർട്ടിയുടെ അടിത്തറ ഇളകിയപ്പോഴാണ് താൻ താലോലിച്ച സമുദായ സ്നേഹം ഇടതുപക്ഷത്തിന്റെ ചരമക്കുറിപ്പായി മാറിയെന്ന് തിരിച്ചറിയാനായത്. ഇനി ഇന്നലെ വരെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് ഇന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മിതവാദി പട്ടം നൽകുന്ന വെള്ളാപ്പള്ളിയുടെ ഇരട്ടത്താപ്പും നമ്മൾ കാണാതെ പോകരുത്. മുസ്ലിം ലീഗിനെ മുൻനിർത്തി വിദ്വേഷം വിതച്ചവൻ ഇന്ന് ലീഗ് നേതാക്കളെ പുകഴ്ത്തുന്നത് സ്വന്തം രാഷ്ട്രീയ അപ്രസക്തി തിരിച്ചറിഞ്ഞതോടുകൂടിയാണ്. VD സതീശനെ തളയ്ക്കാൻ KC വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടി കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ നടത്തിയ ശ്രമങ്ങളും ജനസ്വീകാര്യത നേടാതെ അസ്തമിച്ചിരിക്കുകയാണ്. ഇനി കേസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: വെള്ളാപ്പള്ളി നടേശൻ ആർക്കൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ടോ അവരെല്ലാം പല രീതിയിൽ പരാജയപ്പെടുന്നതാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. സാമുദായിക നേതൃത്വത്തിലിരുന്ന് വർഗീയതയുടെ വിത്തുപാകാൻ രാഷ്ട്രീയ ചാണക്യം ചമയാനും നോക്കിയ അദ്ദേഹത്തിന് ഒടുവിൽ താൻ ഒന്നുമില്ല എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു സാമുദായിക നേതാവിനുണ്ടാകുന്ന ഏറ്റവും വലിയ അപജയവും രാഷ്ട്രീയമായ അസ്തമയവുമാണ് ഇന്ന് കണ്ടത്. കാലം മാറി, ജനങ്ങളും ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് വെള്ളാപ്പള്ളി കരുതിയെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു. കേരളത്തിലെ മതേതര മനസ്സ് ഇത്തരം ഇടപെടലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി കാണിച്ചു തന്നിരിക്കുന്നു. മറ്റൊന്ന് മാധ്യമ പ്രവർത്തകരോടാണ്. മാധ്യമങ്ങൾക്കും ഇതിൽ ഒരു പാഠമുണ്ട്. നാളെ ഒന്ന് പറഞ്ഞ് ഇന്ന് മറ്റൊന്ന് പറയുന്ന വിദ്വേഷം പടർത്തുന്ന ഇത്തരം വ്യക്തികൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, കേരള ചിത്രത്തിൽ തന്നെ അവസാനിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് വ്യക്തമായ നിലപാടുകളുള്ള വികസനവും മതേതരത്വവും ചർച്ച ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ കാലമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.